നമസ്കാരം. ബംഗ്ലാദേശിൽ വീണ്ടും ഹിന്ദു കൊലപാതകം. കഴിഞ്ഞ 48 മണിക്കൂറിനിടയിൽ നടന്നത് 3 ഹിന്ദു കൊലപാതകങ്ങളും ഒരു ഗ്യാങ് റേപ്പുമാണ്. കഴിഞ്ഞ 18 ദിവസത്തിനിടെ മാത്രം 7 ഹിന്ദുക്കളാണ് കൊല്ലപ്പെട്ടത്. ഏറ്റവും ഒടുവിലായിട്ട് നവഗാവിലെ മഹാദേവ്പൂരിൽ മോഷണക്കുറ്റം ആരോപിച്ച ഇസ്ലാമിസ്റ്റുകൾ ഭയപ്പെടുത്തി ഓടിച്ച മിഥുൻ സർക്കാർ എന്ന 25-കാരനാണ് കനാലിൽ വീണ് മുങ്ങി മരിച്ചത്. ശനിയാഴ്ച വൈകുന്നേരം ആക്രമണകാരികൾ ഒരു വിധവയായ സ്ത്രീയുടെ അടുത്തേക്ക് വന്ന 2 ബന്ധുക്കളെ, അവരുടെ വീട് സന്ദർശിക്കാൻ അവരെ കാണാനായിട്ട് 2 ബന്ധുക്കളെത്തി. ഇവരെ ബഹളം വെച്ച് അവിടെ ഓടിച്ചതിന് ശേഷം, ഇവർ പോയതിനു ശേഷം ഷാഹിൻ, ഹസൻ എന്നീ 2 പേര് ഈ വീടിൽ അതിക്രമിച്ചു കയറുകയും ഒരു ഹിന്ദു സ്ത്രീയെ വളരെ ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്യുകയും ചെയ്തു. അതായത് 50,000 രൂപ ഇവരോട് ആവശ്യപ്പെടുകയാണ് ആദ്യം ഉണ്ടായത്. 50,000 രൂപ ഇവരിൽ കൊടുക്കാനില്ല. അവർ വളരെ ദരിദ്രയായ ഒരു സ്ത്രീയായിരുന്നു. അതിനെ തുടർന്ന് ഇവർക്കെതിരെ വലിയ അതിക്രമങ്ങൾ നടത്തുകയാണ് ഇവരുണ്ടായത്. ഇവരെ ഈ മുസ്ലിം ഭീകരവാദികൾ പീഡിപ്പിക്കുകയും സ്ത്രീ നിലവിളിച്ചതിനെ തുടർന്ന് അവളെ ഒരു മരത്തിൽ കെട്ടിയിട്ടതിന് ശേഷം മുടി മുറിച്ചു മാറ്റി അവർ ചെയ്ത പ്രവൃത്തി റെക്കോർഡ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയാണ് ഉണ്ടായത്. ഈ ബോധം നഷ്ടപ്പെട്ട യുവതി, ഈ ബലാത്സംഗത്തിനിടയിൽ ബോധം നഷ്ടപ്പെട്ട യുവതിയെ പ്രദേശവാസികൾ രക്ഷപ്പെടുത്തി ജൈനത സദർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആദ്യം സ്ത്രീ ഡോക്ടർമാരോട് സംഭവിച്ചത് എന്താണെന്ന് പറയുവാൻ പോലും തയ്യാറായില്ല. കാരണം ഭയമായിരുന്നു അവർക്ക്. എന്തെങ്കിലും ഇനിയും സംഭവിക്കുമോ എന്ന ഭയം. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ MD മുസ്തഫിസുൽ റഹ്മാൻ പിന്നീട് ഈ വൈദ്യ പരിശോധനയിലാണ് മനസ്സിലാക്കിയത് ഇവർ പീഡിപ്പിക്കപ്പെട്ട സ്ത്രീയാണ്. എന്നാൽ അപ്പോഴും ഈ ഡോക്ടർ പിന്നീട് ചോദിക്കുമ്പോഴും അവരോട് സംസാരിക്കുവാനോ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുവാനോ തയ്യാറായിരുന്നില്ല. തുടർന്ന് ഈ സ്ത്രീയെ കാളിഗഞ്ച് സ്റ്റേഷനിലെത്തിക്കുകയും ഇവരെ കൊണ്ട് തന്നെ പരാതി നൽകുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ഭീകരമായ സാഹചര്യത്തിൽ അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ എങ്ങനെയാണ് അവരുടെ ദൈനംദിന ജീവിതം മുന്നോട്ട് നീക്കുന്നത് എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിലുള്ള ആശങ്കയിലാണ് സമൂഹം മുന്നോട്ട് പോകുന്നത്. ഈ വിഷയത്തിന് തൊട്ട് മുന്നേ തന്നെ അവിടുത്തെ റാണ പ്രതാപ് എന്ന് പറയുന്ന ഒരു പത്രപ്രവർത്തകൻ, 45 വയസ്സുകാരനായ പത്രപ്രവർത്തകൻ, ഇദ്ദേഹം ഒരു ബിസിനസ്സുകാരൻ കൂടിയായിരുന്നു. ഇദ്ദേഹം വെടിയേറ്റ് മരിക്കുകയുണ്ടായി. ഐസ് ഫാക്ടറി ഉടമയായ ഇദ്ദേഹത്തെ 3 അംഗ സംഘം ബൈക്കിലെത്തി അദ്ദേഹത്തിൻ്റെ കച്ചവട കേന്ദ്രത്തിൽ നിന്ന് പുറത്തിറക്കി വെടിവെച്ച് വീഴ്ത്തുകയായിരുന്നു. ജനുവരി 3-ന് ശരിയത്പൂർ ജില്ലയിലെ ഖോഖൻ ചന്ദ്രദാസ് എന്ന് പറയുന്ന ഒരു മരുന്നു വ്യാപാരിയെ ആൾക്കൂട്ടം മർദ്ദിച്ച ശേഷം പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊന്നിരുന്നു. രക്ഷ നേടാനായി ഇദ്ദേഹം കുളത്തിൽ ചാടിയെങ്കിലും ഗുരുതരമായി പൊള്ളലേറ്റ ഇദ്ദേഹം പിന്നീട് ആശുപത്രിയിൽ വെച്ച് മരിക്കുകയുണ്ടായി. അവസാന വാരം മൈമൻ സിംഗ്, ബജേന്ദ്ര ബിശ്വാസ് എന്നീ ഗാർമെന്റ് ജീവനക്കാരും രാജബാരിയിൽ അമൃത് മോണ്ടൽ എന്ന യുവാവും സമാനമായ രീതിയിൽ കൊല്ലപ്പെട്ടിരുന്നു. ജനേത ജില്ലയിലായിരുന്നു നേരത്തെ പറഞ്ഞ ഹിന്ദു സ്ത്രീ ബലാത്സംഗത്തിന് വിധേയമാക്കപ്പെടുകയും പിന്നീട് മുടി മുറിച്ച് മാറ്റി അവരുടെ ആ ദൃശ്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ ഈ ഭീകരവാദികൾ തന്നെ പരത്തുന്ന ഒരു സാഹചര്യമുണ്ട്. വിവിധ ഷെയറിങ് ചെയ്ത് വിവിധ ആൾക്കാരിലേക്ക് ഈ സംഭവം എത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ടായത്. അത്തരത്തിൽ വളരെ വലിയ ഭീകരമായ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ബംഗ്ലാദേശിലുള്ളത്. ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിൻ്റെ കാലയളവിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഇപ്പോൾ തന്നെ ഏകദേശം 2900-ലധികം അക്രമ സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. ഇതിൽ വലിയ ആശങ്കയാണ് ലോകം പ്രകടിപ്പിക്കുന്നത്. കൊലപാതകവും തീവെപ്പും ഭൂമി കയ്യേറ്റവും ക്ഷേത്രം തകർക്കൽ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. തെരഞ്ഞെടുപ്പ് അടുത്തിരുന്ന ഈ സാഹചര്യത്തിൽ വർഗീയ ആക്രമണങ്ങൾ അന്താരാഷ്ട്ര തലത്തിലും വലിയ രീതിയിൽ ചർച്ചയ്ക്ക് വിധേയമാകുന്നുണ്ട്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രശ്നമാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ നടക്കുന്നത്. പക്ഷേ ഇത്തരം പ്രശ്നങ്ങളൊന്നും കണ്ടില്ല എന്ന് നടിക്കുവാനാണ് ഭാരതത്തിലെ ഇന്ത്യ മുന്നണിക്കും അവരുടെ സഖ്യകക്ഷികളായിട്ടുള്ള പ്രധാനപ്പെട്ട പാർട്ടിയായിട്ടുള്ള കോൺഗ്രസിനും അവരുടെ സഖ്യകക്ഷികൾക്കും ഇഷ്ടം. അവർക്ക് വെനസ്വലയും ഇറാനും ഒക്കെ മാത്രമേ കണ്ണിൽ പിടിക്കുകയുള്ളൂ. പക്ഷേ അടുത്ത് കിടക്കുന്ന ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന ദുഃഖത്തെയും പ്രശ്നത്തെയും പറ്റിയിട്ട് അവരുടെ കണ്ണിൽ യാതൊരു തരത്തിലുള്ള സൂചനയുമില്ല. കാരണം ഭീകരവാദികളുടെ വോട്ട് നഷ്ടപ്പെടാൻ പാടില്ല, അത്തരത്തിലൊരു വോട്ട് ബാങ്ക് തങ്ങൾക്ക് വേണം എന്നത് മാത്രമാണ് അവരുടെ ഒരു ചിന്ത. ഇവിടെ അധികാരം നേടിയെടുത്തതിന് ശേഷവും അയൽ രാജ്യങ്ങളിൽ ഇത്തരത്തിലുള്ള മനുഷ്യർ കൊല്ലപ്പെടുന്നു എന്ന
വാർത്തയുമായിട്ട് നമുക്ക് എങ്ങനെയാണ് സുഖമായി കിടന്ന് ഉറങ്ങാൻ കഴിയുക? പക്ഷേ അവർക്ക് ഉറങ്ങാൻ കഴിയും. ഇത്തരത്തിലുള്ള ന്യൂനപക്ഷങ്ങൾ, അവിടുത്തെ ഹിന്ദു ന്യൂനപക്ഷങ്ങളും ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളും ആക്രമിക്കപ്പെട്ടാൽ അവർക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നവും ഇല്ല എന്നതാണ് ഇപ്പോഴത്തെ ഇന്ത്യ മുന്നണി യുടെ ഒരു നിലപാട് എന്നത് ഏറ്റവും ഭയാനകമായ ഒരു സാഹചര്യം തന്നെയാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.